ഓ ഗായ്സ് നോക്ക്, അതോ ചേച്ചി നോക്ക് അവിടുന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ എണ്ണപ്പന തോട്ടം. ശാന്തി സമാധാനം. വേറെ വണ്ടിയിൽ ഓ ഗായ്സ് നോക്ക്, അതോ ചേച്ചി നോക്ക് അവിടുന്ന്. ഓക്കെ, ഓ ഗായ്സ് നോക്കൂ, കുറേ നാളുകൾക്ക് ശേഷം ഞാനതാ വീണ്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലേക്ക് കയറി അല്ലേ. ഇത് എന്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ആൾക്കാർക്ക് അറിയാം. അതിലാണ് എന്റെ ഫ്രണ്ടാണ്. ഇവനെ ഞാനൊരു ദിവസം രാവിലെ കുത്തിപ്പൊക്കി 5:30 നമ്മുടെ മുനീശ്വരൻ കുന്ന് കയറിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പുള്ളിയാണ് അതിനകത്ത് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു അടിപൊളി ഒരു സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ടിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് അതില് ഗ്രീനറി ഇങ്ങോട്ട് നോക്കി പറ. നല്ല ഗ്രീനറി നിറഞ്ഞ ഒരു സ്പോട്ട്. അതെ, ഭയങ്കര വൈബാ. നമുക്ക് അവിടെ പോയി ഇരിക്കാനൊക്കെ ഭയങ്കര വൈബാ. അപ്പം നമ്മുടെ വീടിന്റെ റിലീഫ്, ഭയങ്കര റിലീഫാ, ഒരു ഫീല്. അപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത്, നമ്മുടെ വണ്ടിയിലാരും ഇല്ല. നമ്മുടെ കൂടെ ഇന്ന് പുറകില് വേറെ വണ്ടിയില് ആ കാണുന്ന സാൻഡ്രോയില് ഒരു 2 ടീംസ് ഉണ്ട്. അവരെ ഞാൻ അവിടെ ചെന്ന് പരിചയപ്പെടുത്താം. 1-2 സാധനം മേടിക്കുന്നു. എന്താ ആ വണ്ടിയിൽ ഗൈസ് നോക്കൂ, ആ സാൻഡ്രോയില് ഒരാൾ ഇരിപ്പുണ്ട്. ആ ആളെ ഞാൻ പരിചയപ്പെടുത്താം. അതിന് മുമ്പ് 2 ബിസ്ക്കറ്റ് മേടിച്ചു. നമുക്ക് അവിടെ ചെന്ന് 2 ബിസ്ക്കറ്റ്. ഓക്കെ, അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം നമ്മൾ എന്തായാലും ഇവിടുന്ന്, എൻ്റെ വീടിൻ്റെ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഇല്ല, ഒരു 4 കിലോമീറ്ററും കൊണ്ട് നമ്മളവിടെ എത്തും. നമ്മളവിടെ സ്ഥലത്തെത്തും. നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യും. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ കാണിച്ചു തരത്തുള്ളൂ ആ വണ്ടിയിൽ ആരാണുള്ളതെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു മാസമായിട്ട് ഇച്ചിരി ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരാളാണത്. ഈ ഒരു മാസത്തിൽ ഇച്ചിരി ട്രെൻഡിങ് ആയി നിൽക്കുന്നത് ഒരാളാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ദൃശ്യങ്ങൾ കാണിച്ചത്. ഞങ്ങളത് ഏതാ ബിസ്ക്കറ്റ് 50-50-യും 20 ഇത് കയ്യിൽ വെച്ചോ. അങ്ങനെ 50-50-യും 20-20-യും ബിസ്ക്കറ്റ് ഞങ്ങൾ മേടിച്ച് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകണം. ഇതാണ് ഗൈസ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു ടൗൺ, കുരിശുംതൊട്ടി ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നമുക്ക് ഇവിടുന്ന് ഒരു 300 മീറ്റർ മാറി ഞങ്ങളുടെ പള്ളിയൊക്കെ ആയി. ഇതാണ് ഞങ്ങളുടെ കപ്പേള. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല വിശാലമായി കിടക്കുന്ന ഒരു സ്റ്റേഡിയം. ഇവിടെ നമ്മുടെ കുറേ കുട്ടികൾ ഇവിടെ വന്നിട്ട് ഫുട്ബോൾ കളിക്കാറുണ്ട്. നമ്മളിവിടെ വണ്ടി കൊണ്ടുപോയിട്ട് കറക്കാറുണ്ട്, കുറേ വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ വണ്ടിയിൽ കുറേ സർക്കസ് ചെയ്യുന്നത് മൊത്തം ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മൊത്തം വയലാണ് ഗായ്സ്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഭയങ്കര ഫീല് കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ കുറേ നേരം ഈ ഫീല് ഇവിടെ കിടന്ന് ഞാനും അതിലും പറയുന്നു. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഒരു എണ്ണപ്പന തോട്ടത്തിലേക്കാണ്. അതിലും നമുക്ക് എന്തായാലും അവിടെ നമുക്കുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ആംബിയൻസ് ആണ് കേട്ടോ. അവിടെ ചെന്ന് നമുക്ക് ഇരിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഫീലാണ്. അപ്പം ഞാനും അതിലൊക്കെ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് അവിടെ, ഇല്ല അതിലെ. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പുറകെ ഒരു സാൻഡ്രോ ഉണ്ട്. ആ സാൻഡ്രോയിൽ ഇരിക്കുന്ന ആൾക്കാരെ പറ്റി ഞാൻ കുറെ നേരം കിടന്ന് തള്ളുന്നു. ഇനി ബാക്കി നമ്മുടെ തള്ളു. അവര് ഇന്ന് നമ്മളിവിടെ റിസോർട്ടിലുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ റിസോർട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അവരെ ഭൂരിഭാഗം പ്രേക്ഷകരും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു മാസമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു വീഡിയോന്റെ ഉടമയാണ്. അതെ. അത് ഇത് തള്ളല്ല കേട്ടോ, ഇത് സംഭവിച്ച കാര്യമാണ്. ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഈ വീഡിയോന്റെ സൈഡിൽ ഞാൻ കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മെൻഷനല്ല, ഞാൻ ഈ വീഡിയോന്റെ സൈഡിൽ തന്നെ ആ വീഡിയോ കാണിക്കാം. ഓക്കെ. ഇന്നലെ റോഡിലൂടെ മഞ്ഞുമൽ ടു എടപ്പള്ളി യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. പാലത്തിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ഇരുന്ന് പഠിക്കണ ഒരു പയ്യൻ കേട്ടോ. സൊമാറ്റോ ഓർഡറിൻ്റെ ഇടയിലാണ് അവൻ ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ഇരുന്ന് പഠിക്കണേ. അപ്പോൾ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. ഞാൻ അടുത്ത് നിന്ന് സംസാരിച്ചു. ഇവിടെ നിന്ന് പഠിക്കണേ അല്ല, ഞാൻ ടൊമാറ്റോ ഓടിക്കഴിഞ്ഞിട്ട് എന്തെന്നാ പഠിക്കണേ? ജർമ്മൻ പഠിക്കണേ. പുറത്തോട്ട് പോകാൻ നോക്കണോ? ഒരു വീഡിയോ എടുക്കുന്നുണ്ടാ? എടുക്കണ്ടടി. അതിന് മോൻ കാണിച്ചു കൊടുത്തേ, അഖിലിനെ കാണിച്ചു കൊടുത്തേ. ഏതാണ്ട് അഖില്
ടൊമാറ്റോ ഓർഡറിന്റെ ഇടയിലും പഠിക്കാൻ സമയം കണ്ടെത്താണ്. ഈ റോഡിലൂടെ അലയണ ജോലിയുടെ ഇടയിലും അവൻ പഠിക്കാൻ കാണിക്കണം മനസ്സിനൊരു ബിഗ് സല്യൂട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കണ്ട കാഴ്ച നിങ്ങളോട്ടും കൂടി ഷെയർ ചെയ്താണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമുക്കും ഒരു ഓർമ്മപ്പെടുത്തലാണെങ്കിൽ സമയമില്ലെന്ന് പറഞ്ഞാൽ ഒന്നും മാറ്റി വെക്കേണ്ടതില്ല. അപ്പോൾ എന്തായാലും ലവ് യു ഓൾ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ട് ഇവരെ കാണിക്കത്തുള്ളൂ. സ്ഥലം എത്താൻ വേണ്ടി ഇനി ഒരു 2 കിലോമീറ്ററും കൂടി ഉണ്ട്. 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വൈബിലേക്ക് എത്തും. ഇത് നമ്മുടെ കാരക്കമല എന്ന് പറയുന്ന സ്ഥലമാണ്. കാരക്കമല ചേരിയങ്കുല്ലി റോട്ടിൽ കൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തും. ഗൈസ്, കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. നമുക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ലായിരുന്നു. കഴിഞ്ഞ ഒരു മാസം ഡിസംബറിൽ എനിക്കൊരു ലീവ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സമയത്ത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ്സും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇച്ചിരി തിരക്കായി പോയി. എന്തായാലും ഈ മാർച്ചിൽ എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിയും, എൻ്റെ ഡിഗ്രി കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഓരോരോ പരിപാടിയിലേക്ക് പോകണം. ഗൈസ്, ഈ വലതുവശത്ത് കാണുന്നതുണ്ടോ, ഫുൾ ഇല്ലിത്തോട്ടങ്ങളാണ്. ഇല്ലിത്തോട്ടമല്ല, ഇല്ലികളാണ്. ഇതിൻ്റെ താഴെ നമുക്ക് പുഴയുണ്ട്. ഈ പുഴയിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചീങ്കണ്ണീനെയും മുതലേനെയൊക്കെ കാണാം. വയനാട്ടിൽ ഇപ്പൊ ട്രെൻഡിങ് നിൽക്കുന്നത് മുതല. ഇപ്പത്തെ അവസ്ഥ എന്താന്ന് വെച്ചാല്, കാട്ടിപ്പോയ നാട്ടിൽ നിന്ന ആന, പിന്നെ റോഡ് സൈഡിൽ കൂടെ നടന്നു പോയ പുലി, പിന്നെ ഒന്ന് കുളിക്കാതെ വിചാരിച്ച് പുഴയിൽ ഇറങ്ങിയാലോ മുതല. ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാതെ വിചാരിച്ചാലോ ഫുള്ള് ചൊരവും ബ്ലോക്കും. പിന്നെ അതെ, വയലിൽ പോയി പണിയെടുക്കാന്ന് വിചാരിച്ച കരടിയും. പിന്നെ ഈ എന്റെ വീടിന്റെ അടുത്ത് കേട്ടോ കരടി ഇറങ്ങിയാന്ന്. എന്റെ പള്ളിയിലെ ഡോറൊക്കെയാണ് തല്ലിപ്പൊളിച്ച് പഞ്ചസാരയും എണ്ണയെല്ലാം എടുത്ത് കുടിച്ചത്. അപ്പൊ നമ്മളത് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് നമുക്ക് കാണിക്കാം. ഗേറ്റ് നമുക്ക് തുറക്കാം. ഓക്കെ, നമുക്ക് ഗേറ്റ് നോക്കാം. ഓക്കെ, ഗേറ്റ് തുറന്നാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറാം. ഇതാണ് ഈ ഒരു ഏരിയ, ആ വൈബ സ്ഥലത്തേക്ക്. ഇവിടുന്ന് ഈ ഒരു എൻട്രി, ഈ കമ്പിവേലി തുടങ്ങുന്നത് തൊട്ട് 2 സൈഡിലും വയലാണ്. വണ്ടി ഒന്ന് പാളിയ താഴെ കിടക്കും. അങ്ങനത്തെ തലനാരിടയ്ക്കൂടെയാണ് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ഒരു കാറിന് പോകാൻ പറ്റിയൊരു വഴി. അവിടുന്ന് ഒരു വണ്ടി വന്നാൽ തീർന്നതേ. നല്ല ഓഫ് റോഡൊക്കെ ആയിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ഇതാ നേരിട്ട് കാണാം. അതിലെ പിടിച്ചോ, റബ്ബറും തോട്ടം കാണും. ഈ ഒരു വൈബ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ വയനാട്ടിൽ വരണം. എവിടെ വരണം? വണ്ടിയുടെ സൈഡ് കണ്ണാടി പോയി നിങ്ങൾ മിറാക്കിൾ ഹോളിഡേയ്സിൽ വരണം. ഗൈസ് നോക്കൂ, ഒരു റബ്ബറും തോട്ടം. ഇതാ ഗൈസ് നമ്മുടെ റബ്ബറും തോട്ടം. ഈ റബ്ബറും തോട്ടത്തിന്റെ നടുക്കോടി നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് എണ്ണപ്പനത്തോട്ടം. ക്ലോസ്ഡാ? യെസ്, പഴയ ഒരു മറ്റേ വണ്ടി ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് വണ്ടി കൊണ്ടുപോവാം. വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞ് നമുക്ക് ഇതിലൂടെ ഇത് കൊണ്ടുപോകും. എന്ത് രസാന്ന് നോക്കി. ഇതിന്റെ ഉള്ളിലേക്ക് ഇതാണ് നമ്മൾ പറഞ്ഞ വഴി. ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട്. അതിലെ നമുക്ക് വണ്ടി എവിടെയും കൊണ്ടേ നിർത്തി. കണ്ടോ, ഫുൾ പച്ചപ്പുകളാൽ നിറഞ്ഞു കിടക്കുന്ന. കിട്ടുന്നുണ്ടെന്നറിയില്ല. വണ്ടിന്റെ ഉള്ളിൽ ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ എന്തായാലും നമ്മുടെ വണ്ടി ഒന്ന് ഇവിടെ കയറ്റി നിർത്തട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഇവിടെ ബാക്കിയുള്ള വൈബ് നമുക്ക് റെഡിയാക്കാൻ. യെസ്, അപ്പം നമുക്ക് ഇറങ്ങാം. ഇതാണ് ഞാൻ പറഞ്ഞ എണ്ണപ്പനത്തോട്ടം. അതിലേ എന്താ പറയാനുള്ളത്? അടിപൊളിയാണോ ഗായ്സ്? ഈ കാണുന്നതാണ് പാമോയില്. എന്റെ സീഡ്. അതെ, ഇതിൽ നിന്നാണ് പാമോയിൽ ഉണ്ടാക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുന്നത്. യെസ് ഗായ്സ്, അങ്ങനെ ഞങ്ങളിത് ഇവിടെ വീണ്ടും ഈ ഒരേ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പം ഞങ്ങളിതാ ഇവിടുന്ന് വീണ്ടും നടന്ന് പോവാണ്. ഇത്രയും നേരം ഞങ്ങൾ തള്ളിക്കൊണ്ടിരുന്ന ആളെ നമുക്ക് കാണാം. ഇനിയും വെച്ചോണ്ടിരുന്ന ഞങ്ങളെ തെറി വിളിക്കും. അതുകൊണ്ട് നമുക്ക് കാണാം. ഇവര് എറണാകുളത്ത് നിന്ന് വന്നതാണ്. ഞങ്ങളിത് ഇങ്ങനെ വന്ന് ഞങ്ങൾ ഇത്രയും നേരം വണ്ടി കിടന്ന് തള്ളിക്കൊണ്ടിരുന്ന ആൾക്കാരതാ ഞങ്ങളിത് ഞങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പൊ നമുക്ക് അവരെ പരിചയപ്പെടാം. ഈ ഒരു മാസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ന്യൂസ് ചാനലിലെല്ലാം നിറഞ്ഞു നിന്ന് നസ്രുക്ക. അപ്പൊ നമ്മള് വയനാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ആദർശിന്റെ മിറാക്കിളിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നലെ നൈറ്റ് നമ്മൾ എത്തിയതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയാ,
പെട്ടെന്ന് തന്നെ ഒരു ഹർത്താൽ വന്നതാണ്. ഹർത്താലാണ് പണി പറ്റിച്ചത്. നമുക്ക് പണി പറ്റിച്ച്. പക്ഷെ ഒന്നും പറയാനില്ല, ആദർശിന്റെ റിസോർട്ടിലായിരുന്നു നമ്മൾ ഇത്രയും നേരം. ഇപ്പോഴാണ് ഒന്ന് അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. എന്താ പറയാ, ഫാമിലിയൊക്കെയായിട്ട് വരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സജസ്റ്റ് ചെയ്യാണ് വരിക. ഈ സ്ഥലം മെയിൻലി പറയുകയാണെങ്കിൽ എന്താ പറയാ, നമ്മുടെ പൈൻ ഉണ്ടല്ലോ, പൈൻ മരങ്ങളാണ് അല്ലേ, പാമോയിൽ ഉണ്ടാവണ എന്താ പറയാ പനകളാണ് ഇവിടെ കംപ്ലീറ്റ്. ഇവിടെ ഇതുപോലെ ഒരു റിസോർട്ട് സെറ്റപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷ ഉണ്ടാവില്ല. കാരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു സമയം 4:30 മണി ആയിട്ടുള്ളൂ. നല്ല അത്യാവശ്യം വെയിലടിക്കുന്ന സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ട് എന്താണ് തോന്നുന്നത്? അടിപൊളിയല്ലേ? ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നത് എക്സ്പീരിയൻസ്? നല്ലതാണ്. ആദ്യം അങ്ങനെ വീഡിയോയിലൊന്നും അധികം അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവൻ വീഡിയോ എടുക്കേണ്ടെന്നുള്ള കാര്യം. നമ്മള് ഇങ്ങനെ ചെറിയ രീതിക്കുള്ള ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരമാവും. ചെറിയ രീതിക്ക് ചെയ്ത വീഡിയോസ് ആണ് കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പ് ഭയങ്കര ട്രെൻഡിങ് ആയി കത്തിക്കേറിയ സാധനം. അത് അതെ, ഒരു സൊമാറ്റോ ഒരു ഡെലിവറി മാൻ പാലത്തിന്റെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചോട്ടിലിരുന്ന് പഠിക്കുന്നത് കണ്ടു. അങ്ങനെ ആ ആളുമായിട്ട് പോയി സംസാരിക്കുന്ന ഒരു വീഡിയോ പോയി എടുത്ത്, അങ്ങനെ അത് ഭയങ്കരമായിട്ട് നമ്മുടെ കേരളത്തിലെ ജനം തന്നെ അത് കത്തി ഭയങ്കര റീച്ചായി സാധനം പോയി. പിന്നെ അതേപോലെ തന്നെ ശ്രീകണ്ഠൻ നായരുടെ ഫ്ലവർ ഷോയിലൊക്കെ ഉണ്ടായിരുന്നു. അതെ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഒരാളെ എനിക്ക് കണ്ടുമുട്ടാൻ വേണ്ടി പറ്റി. അതും ഇതുപോലത്തെ ഒരു വ്യക്തിയെ റിസോർട്ടിൽ കൊണ്ടുവന്ന് ഒരു ദിവസം താമസിച്ചു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും വരിക, നിങ്ങള് എന്തായാലും നിക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സീരിയസ്ലി പറയുകയാണെങ്കിൽ. ഇപ്പൊ ഞാനും ഇവളായിട്ട് വരുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണുണ്ട്. അതായത് എനിക്ക് കംഫർട്ടാണോ, അവളായിട്ട് വരുമ്പോൾ ഓക്കെ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ സീരിയസ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ അതുൽ ബ്രോയൊക്കെ എന്താ പറയാ, വളരെ നല്ല രീതിക്ക് കാര്യങ്ങളൊക്കെ ഓരോ സമയം വന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മെയിൻലി നോക്കണ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഹർത്താലായതിന്റെ ഒരു ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇറങ്ങാൻ പറ്റുന്ന ഹർത്താൽ അല്ല. അതുകൊണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ, നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇതിപ്പോ നമുക്ക് അടുത്ത് തന്നെയാണ്. പുള്ളി കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ചെയ്തത്, ഞാൻ പുള്ളിനെ വിളിച്ചതും കോണ്ടാക്ട് ചെയ്തത് ഒരു 3 ആഴ്ച മുമ്പാണ്. ഇത് ഈ സൊമാറ്റോ പോയിന്റ് വീഡിയോ ഇറങ്ങുന്നതിന് മുമ്പാണ്. അതിന് മുമ്പേ ഞാൻ വിളിച്ചതാണ്. ഒരു മാസത്തോളായിരുന്നു. ഡേറ്റ് മാറി നമ്മുടെ റിസോർട്ടിലും ഗസ്റ്റുകൾ ഉണ്ടാവരുത്, ഇവർക്കൊരു നല്ല ഇത് വേണം എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ മാറ്റി ഇന്നത്തേക്ക് കൊണ്ടുവച്ചു. അങ്ങനെ കൊണ്ടുപോയി വെച്ച് പുള്ളി ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയപ്പം റോഡ് സൈഡിൽ കൂടെ കടുവ നടന്നു പോകുന്നു, ആന ഒരാളെ കുത്തിക്കൊന്നു, ചവിട്ടിക്കൊന്നു, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളപ്പോ പുള്ളിനെ വിളിച്ചു. എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, പ്രശ്നമൊന്നുമില്ല. എന്നാലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, പുള്ളിക്കൊരു പേടിയുണ്ടോ, പുള്ളി വരാതിരിക്കുമെന്ന്. പക്ഷെ എന്നാലും പുള്ളി ഇന്നലെ റിസ്ക് എടുത്തിട്ട് ഇന്നലെ നല്ല ബ്ലോക്കാണ്, കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്ലോക്കാണ്. പുള്ളി എന്നിട്ട് വൈഫിനെയും കൂട്ടി, ഫ്രണ്ടും ഉണ്ട്, ഫ്രണ്ടിന് കാണിച്ചു കൊടുത്തേ. അതില് ഏത് കാടും മലയിൽ ഞങ്ങൾ എത്തിക്കുന്ന ആളാണ്. എന്റെ വീഡിയോ കാണുന്നവർക്ക് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം, നിബി ഇല്ലാത്ത വീഡിയോകളില്ല. നിബിയാണ് ക്യാമറ എടുക്കണതും വണ്ടി ഓടിക്കണതും എല്ലാ പരിപാടിയും നിബിയാണ്. അപ്പൊ ഇന്നും നിബി നമ്മുടെ ഉണ്ട്. വീഡിയോയിൽ അധികം കാണിക്കുന്നത്. അപ്പൊ നിബിയും ഇന്ന് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും വന്നത് നല്ല ഓർത്താണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്പറും കാര്യങ്ങളും അല്ലേ, വരാ എന്തായാലും വന്ന് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അതിൽ പ്രത്യേകം ഞാൻ പറയാണ്, ഇത് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടോ എനിക്ക് എന്താ പറയാ, എനിക്ക് ഇത്തരം സംഭവങ്ങൾ ചെയ്തെന്നുണ്ടോ പറയണല്ല. തീർച്ചയായിട്ടും നിങ്ങൾ വരിക. അത്രയും നന്നായിട്ട് തന്നെ ഇവർ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ നല്ല രീതിക്ക് കെയർ ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കുക. താങ്ക് യു സോ മച്ച്. നമുക്കൊരു ചായയും ചെറിയ ബിസ്ക്കറ്റും തീർച്ചയായും മൊത്തം വ്യത്യസ്തമാണ്. ഞങ്ങളിത് നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഈ മാറ്റ് നമ്മൾ റിസോർട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നിലത്ത് വിരിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി ഒരു മാറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മുടെ റിസോർട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു. ചായ അതിൽ ലഭിച്ചു, ബിസ്ക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഗ്ലാസും ഇങ്ങനെ ഞങ്ങൾ എടുത്തു. ഇനിയിപ്പം നമ്മളിവിടെ എവിടെയെങ്കിലും നമുക്ക് ആ പുഴ സൈഡിൽ പോയിരുന്നു കഴിക്കാം. പുഴ സൈഡിലൊരു വൈബ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഈ 50-50 ബിസ്ക്കറ്റും ഈ ചായയും ഇതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം. ഗൈസ് ഞങ്ങളിത് കാപ്പി എല്ലാം കുടിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇക്ക എങ്ങനെയുണ്ട് പറ? അടിപൊളി കാപ്പിയാണ്, അടിപൊളി ആംബിയൻസ് ആണ്. അപ്പുറത്തെ സൈഡിലായിട്ടൊരു പുഴയുണ്ട്. ഞങ്ങളോട് എങ്ങനെ പോകാന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ചായ ബിസ്ക്കറ്റ് കിട്ടിയത് തന്നെ അടിപൊളി കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ ഇരുന്ന് കുടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വിചാരിച്ചില്ല. അല്ലേ?
ഫാത്തിമക്ക് മൊത്തം എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ പറയുക, ഫാത്തിമ ആദ്യമായിട്ട് വയനാട് വരെയാണ്. ഫാത്തിമയുടെ ആദ്യത്തെ സ്വിമ്മിംഗ് പൂളാണ്, ഫാത്തിമയുടെ ആദ്യത്തെ റിസോർട്ടാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ ട്രിപ്പിന്. അപ്പൊ എന്തായാലും ആള് ഭയങ്കര എൻജോയ് ചെയ്തു, ഭയങ്കര ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ പുറത്തോട്ട് പോകാൻ പറ്റില്ലെന്നുള്ള വിഷയം മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ആള് ഹാപ്പിയാണ്. എന്തായാലും വന്നതിൽ വെറുത്താണ്. അവള് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, തീർച്ചയായിട്ടും അടുത്ത തവണ വരണം, ഫാമിലി ആയിട്ട് ഇവിടെ വന്നോന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും വരും. കൊള്ളാം. എന്താ പറയാ, ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തി സമാധാനം. ഒരു എന്താ പറയാ, നിബി എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാം, വേറെ ശല്യങ്ങളൊന്നുമില്ല, ഹാപ്പി ആയിട്ട് ഇരിക്കാം. പിന്നെന്താ പറയാ, ഒരുപാട് പ്ലാവുണ്ട്, അത് ഹൈലൈറ്റ് ആണ്. കാരണം ഞാൻ എറണാകുളക്കാരനായോണ്ട് പറയാട്ടോ, നമുക്കൊക്കെ അവിടെ ചക്കേന്നൊക്കെ പറഞ്ഞാൽ പൈസ കൊടുത്ത് മേടിക്കണ ഐറ്റം. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്ലാവൊക്കെ നമുക്ക് കാണാം, കുരുമുളക് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായെന്നാണ് പറയണേ. അത് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഞങ്ങളിത് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോന്നു കഴിഞ്ഞതേ ഒരു പുഴ. ആ പുഴേൻ്റെ സൈഡിൽ കുറേ ആൾക്കാർ ഇതാ ഇവിടെ ഉണ്ട്. ഇത് തോണിയൊക്കെ ഉണ്ട്, അവിടെ ഇറങ്ങാൻ പറ്റി. ഇതൊക്കെ പ്രൈവറ്റായിട്ട് ആൾക്കാർ മേടിച്ചിടുന്നതൊക്കെയാണ് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ നിന്ന് പിള്ളേരൊക്കെ നീന്തി കുളിച്ചും എല്ലാം നടപ്പുണ്ട്. പക്ഷേ സേഫാണോ എന്ന് ചോദിച്ചാൽ അല്ല. ചില സമയത്ത് ഇത് കണക്ട് ചെയ്ത് ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോകുന്നത്, അതിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നത്, ഇങ്ങനെ കറങ്ങിയാണ് ഈ പുഴ കിടക്കുന്നത്. ആ ഏരിയയിൽ ഇത് കണക്ട് ചെയ്യുന്ന പുഴയിലൊക്കെ മുതലേൻ്റെ സാന്നിധ്യം അവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സേഫാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും സേഫല്ല. ഇതേ നമ്മുടെ ആൾക്കാരത് അവിടെ നിൽപ്പുണ്ട്. നമ്മളത് ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അവിടെ നീന്തലും കാര്യങ്ങളും എല്ലാം. പിള്ളേരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നത്. യെസ്, അപ്പം ഇതാണ് നമ്മുടെ ഒരു വൈബ്. ഗായ്സ്, അപ്പം നമ്മളത് എണ്ണപ്പന തോട്ടത്തിൽ നിന്ന് നമ്മൾ പയ്യെ വണ്ടിയൊക്കെ അവിടെ ഇട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് യൂട്യൂബറിൻ്റെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, അതെല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വരും. അതിലെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അല്ലേ? അതിലെ എൻജോയ് ചെയ്തില്ലേ? പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു വൈബ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ കുറേ ഫോട്ടോസ് എടുത്തു. അപ്പം എന്തായാലും ഇനി നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്. ഇനി നൈറ്റ് നമുക്ക് അവിടെ ചെറിയൊരു ക്യാമ്പ് ഫയറും അതേപോലെ തന്നെ ബാർബിക്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇതേ ചേച്ചി ഇതേ പശുവിനെയും കൊണ്ട് ഇറങ്ങിയേക്കുന്നു. പശുവിനെ രാവിലെ പറമ്പിൽ കൊണ്ടേ കെട്ടിയിട്ട് തിരിച്ച് വൈകുന്നേരം അഴിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇങ്ങനത്തെ ഒരു വയൽ പ്രദേശം, ഒരു നാടൻ പ്രദേശത്താട്ടോ എൻ്റെ വീട് വരുന്നത്. അപ്പം ഇതൊക്കെ കാണണമെന്നും എൻജോയ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മിറാക്കിൾ ഹോളിഡേയ്സിലേക്ക് വരിക. സ്വന്തം പ്രൊമോഷനല്ല, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വരണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയക്കാം. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എത്ര മിനിറ്റ് ആയിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പം കുറച്ചേ ഉള്ളൂ. ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ് ആണ്, കുറെ ടച്ച് വിട്ടുപോയി. 1 മാസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ വീഡിയോ എടുത്തത്. അപ്പം ഇന്നത്തോടെ ഈ വീഡിയോ ഞങ്ങൾ ഇനി നേരെ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോവാണ്. അത് എനിക്ക് വേറെ 1-2 സ്ഥലത്ത് പോകേണ്ട ആവശ്യങ്ങളുണ്ട്. അതിന്റെ സമയത്ത് അതിലവിടെ ബാർബിക്യൂവും ഗ്രില്ലും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യും. വേറെ ആൻസൽ എന്ന് പറഞ്ഞ അന്ന് പണ്ട് എൻ്റെ വീഡിയോ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ ഈ പറയുന്ന എല്ലാവരുടെയും പേര് നിങ്ങൾക്ക് അറിയായിരിക്കും. ആൻസൽ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടും അവിടെ ഉണ്ടാവും. അങ്ങനെ ഇവരെ അവിടെ എൻജോയ് ചെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് പുറത്തുനിന്ന് ഒന്ന് പോയിട്ടൊന്ന് തിരിച്ചു വരണം. അങ്ങനെ ഒരു സ്ഥലം വരെ പോയിട്ട് ഞാൻ തിരിച്ചു വരും. അങ്ങനെ ഞങ്ങൾ അപ്പം ഇതോടെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്നത്തോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ കുറേ തുടർന്നുള്ള വീഡിയോസ് ഉണ്ടാവും. അതിനുവേണ്ടി സ്റ്റേ ട്യൂൺഡ്. ബൈ.